ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് SQLിലുള്ള റാങ്ക് ഫംഗ്ഷൻ എന്താ നോക്കാം. അപ്പോൾ റാങ്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും നമ്മുടെ റോ നമ്പറിൻ്റെ മാതിരി നമുക്ക് എന്താ സീക്വൻഷ്യൽ ഇൻറ്റിജർ റോ വൈസ് നമ്പറാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടീഷൻ അനുസരിച്ചും റോ നമ്പർ വ്യത്യസ്തമായിട്ട് കിട്ടണമെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, റാങ്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. റാങ്ക് ഫംഗ്ഷൻ്റെ പാർട്ടീഷൻ നമ്പർ തുടങ്ങുന്നതും 1 വെച്ചിട്ട് തന്നെയാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതും 1 വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ 2 പോയിന്റ് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ റോ നമ്പറിന്റെ മാതിരി തന്നെ റാങ്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഓവർ, പിന്നെ പാർട്ടീഷൻ ബൈ നമ്മൾ കോളം പാർട്ട് നോക്കുന്നു, ഓർഡർ ബൈ കോളം അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതിൽ പാർട്ടീഷൻ ബൈ മസ്റ്റ് അല്ല, പക്ഷെ ഓർഡർ ബൈ ക്ലോസ് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. ഓക്കെ, കസ്റ്റമർ ഐ ഡി, നെയിം, കൺട്രി ഐ ഡി, സെയിൽ എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ റോ നമ്പർ വെച്ചിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തിരുന്നു എങ്ങനെയാണ് നമുക്ക് കൺട്രി ഐ ഡി വെച്ചിട്ട് നമുക്ക് ഓരോ കൺട്രിക്ക് അനുസരിച്ചുള്ള റോ നമ്പേഴ്സ് എങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ റോ നമ്പർ ഉപയോഗിക്കാൻ പറ്റും, റാങ്ക് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം ജസ്റ്റ് നമുക്കൊരു റോ നമ്പർ ഉപയോഗിച്ച് ഓക്കെ, റോ നമ്പർ അങ്ങനെ പറയാം, ഓവർ ഓർഡർ ബൈ കൺട്രി ഐ ഡി. അത് നമുക്ക് ജസ്റ്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, കസ്റ്റമർ ഐ ഡി വെച്ചിട്ടുണ്ട് ആസ് റോ നമ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തിനുള്ള റോ നമ്പർ എടുക്കാനുള്ള ക്വറി. അപ്പോൾ അവിടെ റോ നമ്പേഴ്സ് നമുക്ക് കാണിച്ചു തന്നു 1 to 8. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് റാങ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്യാം. റോ നമ്പറിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം, റാങ്ക് നോക്കാം. റാങ്ക് ആസ് എന്നിട്ട് ഓവർ പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ബൈ എന്താ പറഞ്ഞു പോകുന്നു. ഇവിടെ നമുക്ക് റാങ്ക് നമ്പർ ഉപയോഗിക്കാം. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട്. അപ്പോൾ കണ്ടോ, റോ നമ്പറും ഈക്വലാണ്, റാങ്ക് നമ്പറും വന്നിട്ടുണ്ട്. സെയിം നമ്പേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മളിത് കസ്റ്റമർ ഐ ഡി വെച്ചിട്ട് നമ്മൾ ഓക്കെ, അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരേ റോ നമ്പേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കത് സെയിൽ എമൗണ്ട് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽ എമൗണ്ട് ഇപ്പോൾ റോ നമ്പറും ഈക്വൽ ആണ്, റാങ്ക് നമ്പറും ഈക്വൽ ആണ്, സെയിൽ എമൗണ്ടിന്റെ ഓർഡർ അനുസരിച്ച്. ഓക്കെ, ഇനി ഈ ടേബിളിലോട്ട് നമ്മൾ സെയിൽ എമൗണ്ട് ഉള്ള ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സെയിൽ എമൗണ്ട് ഉള്ള ഒരു വാല്യൂസ്. ഓക്കെ, ഞാൻ കുറേയിട്ട് ജസ്റ്റ് അതായത് 2000 ഉള്ള ഒരു അക്കൗണ്ട് കൺട്രി ഐ ഡി 1 നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട്. നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ ഈ ക്വറി എടുത്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഇതില് ഫസ്റ്റ് നമ്മൾ എന്ത് ഓർഡറിലാണ് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള വെച്ചാൽ ഇല്ല, നമ്മൾ പാർട്ടീഷൻ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കണ്ടോ, റോ നമ്പർ എന്ന് പറഞ്ഞിട്ട് 1 to 9 വന്നിട്ടുണ്ട്, റാങ്ക് നമ്പറും 1 to 9 ഉണ്ട്. പക്ഷെ നമ്മുടെ ഈക്വൽ റോസ് വന്നിട്ടുള്ള റോസ് കണ്ടോ, അതായത് 5th വൺ വീണ, ഹബീബ്. ഇതില് റോ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 5, 6 പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ റാങ്കിൽ കണ്ടു 2, 5 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാല്യൂസ് ഈക്വൽ ചെയ്ത് വരുമ്പോൾ
റാങ്ക് ഫംഗ്ഷൻ എന്താ കാണിച്ചാൽ സെയിം റാങ്ക് ആണ് കാണിക്കുക. ഓക്കെ, കണ്ടോ 5 അവിടെ രണ്ടും 5 ആണ്. ഓക്കെ, അപ്പോൾ സെയിം റാങ്ക് തന്നെയാണ് കാണിക്കുക. പിന്നെ റാങ്കിന്റെ അടുത്ത് വരുന്ന റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് റോ നമ്പർ മാതിരി തന്നെ ആയിരിക്കും. കണ്ടോ, അതിൽ 6 ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഈ റോ നമ്പറിന്റെ 7 ആയിട്ട് കാണിച്ചു. കണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് ഈ പോയിന്റുകൾ പറയുന്നത്. അതായത് rows within a partition that have same value will receive the same rank. അതാണ് രണ്ടിൽ നമുക്ക് ഇവിടെ 5 കിട്ടുക. കാരണം എന്താ വെച്ചാൽ ഇത് സെയിം റാങ്ക് ആണ്, സെയിം വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. രണ്ടും 2000 ആണ്. ഇനി ഒരു 2000 കൂടി ഉണ്ടെങ്കിൽ അതിനും എന്താ വരിക? റാങ്ക് 5 ആ വരിക. ഓക്കെ, പക്ഷെ അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള റോന്റെ വാല്യൂ എത്ര വരും? 8 വരും. 8 വെച്ചിട്ട് അതിന് തുടങ്ങാം. 6 7 സ്കിപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇത് ടൈഡ് റോസ് എന്ത് ചെയ്യും? എപ്പോഴും ഈക്വൽ ആയിട്ട് കാണിക്കുകയും ചെയ്യും. അതിന്റെ വാല്യൂസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അടുത്ത റോ നമുക്ക് അടുത്ത റാങ്ക് നമുക്ക് കാണിച്ചു തരിക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇത് പാർട്ടീഷൻ വെച്ചിട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, നമ്മളോട് പാർട്ടീഷൻ എന്ന് പറയുന്നു, കൺട്രി ഐഡി പറയുന്നു. അതായത് കൺട്രി 1-ലുള്ളത് എനിക്ക് 1 2 3 4 5 വെച്ചിട്ട് കിട്ടണം. ഓക്കെ, കൺട്രി 2-ലുള്ളത് എന്ത് ചെയ്യണം? 1 2 3 4 അങ്ങനെ മൾട്ടിപ്പിൾ ഡാറ്റ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടണം. അങ്ങനെ ഓരോ ഈ കൺട്രി ഐ ഡി വെച്ചിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് പാർട്ടീഷൻ ബൈ കൺട്രി ഐ ഡി പറഞ്ഞു. ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തു? കൺട്രി ഐ ഡി 1 ഉള്ളതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ എത്ര 1 2 3 4 5 എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കുകൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, റോ നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ റാങ്കുകൾ കണ്ടോ? അതായത് 1000-ന് 1 ആണ് വന്നിട്ടുള്ളത്. 2 2000 ഉണ്ട്. എത്ര? അതിന്റെ എല്ലാ റാങ്ക് 2 ആയിരിക്കും. 3000 വന്നിട്ടുണ്ട്. അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റാങ്ക് റോ നമ്പർ 4 ആണ്, അതിന്റെ റാങ്ക് നമ്പറും 4 ആണ്. ഓക്കെ, ഇവിടെ ഒരു റോ കൂടെ ഉണ്ട്, അത് കൂടെ കൗണ്ട് ചെയ്തിട്ടാണ് അടുത്ത് കാണിക്കുക. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊരു ഡാറ്റയും കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് മനോജിനെ ഇൻസേർട്ട് ചെയ്തു 2000. ഓക്കെ, വീണ്ടും ഞാൻ റോ നമ്പറും റാങ്കും ചെക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടോ, അതിന്റെ റാങ്കില് റോ നമ്പറിൽ എന്ത് 1 2 3 4 5 6 വന്നു. പക്ഷെ ഇതിൽ കണ്ടോ, റാങ്കില് 3 റോസ് എന്താണ് 2 എന്ന് പറഞ്ഞിട്ടുള്ള റോയിലാണ് വന്നിട്ടുള്ളത്, റാങ്കിലാണ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു? 3ഉം 4 എന്ന് പറഞ്ഞിട്ടുള്ള റാങ്കുകൾ, 3ഉം 4 എന്ന് പറഞ്ഞ റാങ്കുകൾ സ്കിപ്പ് ചെയ്തിട്ട് 5ഉം 6ഉം ആയിട്ടാണ് നെക്സ്റ്റ് റോയിൽ കാണിക്കുക. ഓക്കെ, ഓക്കെ.